ഹായ് ഫ്രണ്ട്സ്, മോംസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു യാത്രയുടെ വീഡിയോ ആയിട്ടാണ് വന്നേക്കണേ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ഇത് തിരുവനന്തപുരത്തിൻ്റെ നമ്മുടെ സ്വന്തം പൊന്മുടിയാണ്. അപ്പോൾ ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട് ഞാൻ കാണിക്കുന്നില്ല, ആ പരിസരവും ഒക്കെ ഇങ്ങനെ. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള കുറേ ഭാഗങ്ങളാണ് കേട്ടോ. അപ്പോൾ മഞ്ഞ് മൂടി കിടക്കുക. അപ്പോൾ നല്ല രസമാണ് ഇത് കാണാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വലിയ നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് കണ്ടോ, നല്ല മഞ്ഞ് മൂടി കിടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിലേക്ക് ആയിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ അവിടെ വളർന്നത് കൊണ്ടാവാം നമുക്ക് അതിനോട് അത്ര വലിയൊരു താല്പര്യം തോന്നിയില്ല. എന്നാൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ വല്ലപ്പോഴും അവിടെ ചെന്ന് കാണുമ്പോൾ ഉണ്ടല്ലോ, എപ്പോഴേലൊക്കെ അല്ലേ ചെല്ലുന്നത്, ആ സമയത്ത് അങ്ങ് വല്ലാത്തൊരു എന്താ പറയാൻ എനിക്കറിയത്തില്ല. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം ഇത് കണ്ടോ, എസ്റ്റേറ്റിൻ്റെ ആ ഭാഗത്തുള്ള എന്താ പറയാനാ വഴിയും അതുപോലെ അവിടെ ഒരു പള്ളിയുണ്ട്, കത്തോലിക്ക പള്ളി, ആ ഭാഗമൊക്കെയാണ് ഈ കാണുന്നത്. കണ്ടോ, പച്ചയെന്ന് എന്ത് രസമാണ് കണ്ടോ. നല്ല ശുദ്ധവായു ശ്വസിക്കാം അവിടെ പോയാൽ കേട്ടോ. ആകാശത്തിൻ്റെ ആ ഭംഗിയൊക്കെ കണ്ടോ. അപ്പോൾ ഇത് നേരത്തെ എടുത്തു വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ കൊറോണ ടൈമിലൊക്കെ അങ്ങോട്ടൊന്ന് പോയതാണ്. അപ്പോൾ എടുത്തു വെച്ച വീഡിയോ അപ്പോൾ ഇപ്പോൾ വന്ന് ഞാനതൊന്ന് നിങ്ങളെയും കാണി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ഥലം, എന്തുമാത്രം ജനങ്ങൾ ഇവിടെ നിന്നെല്ലാം വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരും ഒന്ന് കണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴോട്ട് ഒരു റോഡുണ്ട്, അതിലേ പോകുന്ന വഴിയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ എവിടെ പോകുന്നതെന്ന് അറിയാമോ? ഗസ്റ്റ് ഹൗസ് എന്ന് അറിയത്തില്ലേ, ടൂർ എല്ലാവരും വരുന്ന സ്ഥലമൊക്കെയാണ്. അപ്പോൾ ഈ സമയം വലിയ തിരക്കൊന്നുമില്ല, കൊറോണയുടെ സമയത്ത് നിയന്ത്രണങ്ങളൊക്കെ ഉള്ള സമയത്താണ് ഞാൻ പോയത്. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയുടെ മക്കളൊക്കെ കൂടെ ഞങ്ങളെല്ലാവരും കൂടെ പോകുന്നത്. ഞങ്ങളുടെ കുഞ്ഞുമക്കൾ, എനിക്ക് 9 മക്കളുണ്ട് കേട്ടോ. എനിക്ക് 2 പേര്, ഒരനിയത്തിക്ക് 4, ഒരനിയത്തിക്ക് 3. അപ്പോൾ ഞങ്ങൾക്ക് 9 മക്കളുണ്ട്. അപ്പോൾ അവർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. മോനില്ല, എൻ്റെ മോനില്ലായിരുന്നു, മോന് ബാംഗ്ലൂരിലാണ്. അപ്പം ഞങ്ങൾ മോളും ഞാനും എൻ്റെ കുഞ്ഞുമക്കളൊക്കെ കൂടി ഇങ്ങനെ ഒന്ന് യാത്ര പോകാമെന്ന് വിചാരിച്ച് പോകുന്ന കണ്ടോ. നല്ല രസമാണ് കണ്ടോ കാണാൻ. എന്തോ പറയാനാ, എനിക്കൊന്നും ഇതിനെക്കുറിച്ച് വിവരിക്കാനുള്ള ഇതൊന്നും എനിക്കില്ല കേട്ടോ. ആ മലയും കുന്നും എന്തോ പച്ച മരവും ആകാശത്തിൻ്റെ ആ കളറും ഒക്കെ കണ്ടാൽ എത്ര നേരം നമ്മളവിടെ ഇരുന്നെന്ന് തന്നെ അറിയത്തില്ല. അന്നത്തെ ദിവസം സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇറങ്ങിയിട്ട് അത്രത്തോളം ആസ്വദിക്കുമായിരുന്നു ഞങ്ങൾ ഓരോ നിമിഷവും. അപ്പം നമ്മുടെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള നിമിഷങ്ങൾ നമ്മൾ കഴിവിൻ്റെ പരമാവധി ഒന്ന് പ്രയോജനപ്പെടുത്താൻ നോക്കുക. പറ്റുന്ന സമയം അടുത്തൊക്കെ ഉള്ള, ഒരുപാട് ചിലപ്പോൾ കാശൊന്നും ചിലവാക്കി നമുക്ക് പോകാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് നേരം ഒന്ന് ചെന്നിരിക്കുകയും കാണുകയും അതുപോലെ തന്നെ എന്താ പറയാൻ അവിടുത്തെ ആ നല്ല ശുദ്ധവായു ഒന്ന് ശ്വസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ അങ്ങ് നടക്കുക കേട്ടോ, ഓരോ സ്ഥലവും കണ്ട് എന്താ പറയാനാ, പുളിഞ്ചിപ്പേരയ്ക്കാന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അത് പറിക്കും, മക്കൾ പറിച്ചുകൊണ്ട് തരും, തിന്നും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ആ സന്തോഷം ഇനി തിരിച്ച് കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. ഇനി അതുപോലെ ഒത്തു കിട്ടുമോ? ഇപ്പം മക്കളൊക്കെ ഇച്ചിരി കൂടെ ഒന്ന് വളർന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അറിയത്തില്ല, എന്നാലും ഇനിയും പറ്റുവാണെങ്കിൽ ഇനി അങ്ങനെയൊക്കെ പോവും. അപ്പോൾ അതാ കണ്ടോ, നോക്കിയേ എന്ത് രസമാണെന്ന് നോക്കിയേ. എത്ര കണ്ടാലും മതി വരത്തില്ല, അത്ര മനോഹരമായ കാഴ്ചകളാണ് ഇതെല്ലാം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഒന്ന് കണ്ടോളൂ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. അത്ര നല്ല എന്താ പറയാനാ പ്രകൃതിയാണ്. ആ സമയത്ത് ഈ കൊറോണ ആയതുകൊണ്ട് മാത്രമാണ് ഇത്ര തിരക്കില്ലാത്ത കേട്ടോ. അപ്പം കുറച്ച് പേരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിടത്തുള്ളായിരുന്നു, ബാക്കിയെല്ലാം നിയന്ത്രണമായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുള്ള കാഴ്ചകളുണ്ടോ, മരവും. അപ്പോൾ ഇതിനിടയ്ക്കൂടെയൊക്കെ നടക്കാൻ ഇച്ചിരി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാലും കുറച്ചൊക്കെ അങ്ങോട്ട് മക്കളെ കൂടെ തന്നെ ഞാൻ നടക്കാമെന്ന് ശ്രമിച്ചു നോക്കി കേട്ടോ, കഴിവിൻ്റെ പരമാവധി. അവസാനമായപ്പോൾ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ കണ്ടോ, മൊബൈലിലാണ് എടുക്കുന്നത്, അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി കാണും അല്ലെങ്കിൽ ക്ലിയർ കാണുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും കഴിവിൻ്റെ പരമാവധി നല്ലതുപോലെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുള്ള സമയമാണ്. എനിക്ക് ഇനിയും ഒന്ന് പോകണമെന്നുണ്ട്. ഇനി പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നല്ല രീതിയിൽ വീഡിയോ എടുത്ത് ഇനിയും നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ കണ്ടോ, ആ താഴത്തെ ആ റോഡൊക്കെ ഒന്ന് നോക്കിയേ. ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൻ്റെ അങ്ങോട്ട് പോകുന്ന ആ റോഡുകളാണ് ഞാൻ കാണിച്ചത്. എത്രയ്ക്ക് മണ്ടയ്ക്കാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. താഴെ കുഴിക്കകത്തായിരിക്കുന്നത് ഞങ്ങളുടെ പിന്നെ എന്താ പറയുക, ഞാൻ ജനിച്ച് വളർന്ന ലയമൊക്കെ.
അപ്പോൾ ഇപ്പോഴും എൻ്റെ അമ്മയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ പപ്പ മരിച്ചുപോയി, പക്ഷേ എൻ്റെ അമ്മ ഇവിടെ ഉണ്ട്. എനിക്ക് 2 അനിയത്തിമാരുണ്ട്. അപ്പോൾ അവരൊക്കെ അവിടെ ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത് കണ്ടില്ല, എന്ത് രസമാണ്. ഞാൻ എന്നാലും എപ്പോഴും പോകാൻ എനിക്ക് ഒക്കത്തില്ല, വല്ലപ്പോഴും അവിടെയൊക്കെയാണ് പോകുന്നത്. ഇപ്പോൾ ഒത്തിരി ദിവസമായി, ഇനി ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം പറ്റുവാണെങ്കിൽ ഇടയ്ക്കൊന്ന് പോവുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. അപ്പോൾ മക്കൾക്ക് ഉല്ലാസം, അവരിങ്ങനെ ചാടി മറിയുക. കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിയേ. പക്ഷെ ആദ്യമൊക്കെ ഉണ്ടല്ലോ അത്ര ഒരു മഹത്വം നമുക്ക് തോന്നിയിട്ടില്ലായിരുന്നു. കൊച്ചില്ല, നമ്മളെപ്പോഴും കാണുന്നതല്ല, ഇതെന്തോ പ്രത്യേകതയാണെന്ന് തോന്നുമായിരുന്നു. എന്നാൽ ഇപ്പോഴുണ്ടല്ലോ അവിടുത്തെ അപ്പോൾ എന്തോ പറയാൻ, ആകെ മൊത്തത്തിൽ അങ്ങ് മാറി. അന്നിരുന്ന ആ രീതി അല്ല ഇപ്പോൾ, അത്രയ്ക്ക് അങ്ങ് മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പോൾ കാണാൻ തന്നെ ഒരു ഭയങ്കര രസമാണ്. ഇതൊരു 4 വർഷം കൊറോണ ടൈമിലാണ് ഇത്. അതിന് മുമ്പത്തെ എൻ്റെയൊക്കെ കുഞ്ഞിലത്തെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതെല്ലാം പുല്ലുകളാണ് കണ്ടോ. പുല്ലിങ്ങനെ ചരിഞ്ഞ് കിടക്കുമല്ല, അതിൽ എന്തോ പറയാനാ, പാടത്ത് നെല്ല് വിളഞ്ഞ് കിടക്കത്തില്ലേ, അത് കണക്കാ പുല്ലെല്ലാം കൂടെ ചാഞ്ഞിങ്ങനെ കിടക്കുക. അപ്പോൾ ഞങ്ങൾ ക്ഷീണിച്ചു. ഈ സമയത്ത് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ നടക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ വെള്ളവും സ്നാക്സും ഒക്കെ നമ്മുടെ പക്കൽ കയ്യിലുണ്ടായിരുന്നു, കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആവശ്യത്തിനൊക്കെ മക്കൾ അങ്ങ് എടുത്തുപയോഗിക്കുന്നുണ്ടായിരുന്നു. നല്ലോണം ക്ഷീണിച്ചു. അത് കഴിഞ്ഞ് നമ്മളവിടെ ഒരു ചെറിയ പാർക്കുണ്ടല്ലോ, അപ്പോൾ അവിടെ മക്കളൊക്കെ കളിക്കാൻ തുടങ്ങി. അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ കണ്ട ഈ കാഴ്ചകളെല്ലാം എൻ്റെ കൂട്ടുകാരൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്, വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ കാണുക. അതുപോലെ കാണുമ്പോൾ പ്രത്യേകിച്ച് പ്ലീസ് എന്നതിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാതെ കാണുന്നവർ ഒരുപാട് പേര് ലൈക്ക് ചെയ്യാതെ കാണുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കുക. എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ല രസമല്ലേ. അപ്പോൾ ഇടയ്ക്ക് നിങ്ങളൊക്കെ പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോവുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.